നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ റാമിനെ 27-ന് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ്. ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി അപേക്ഷ 27-ന് പരിഗണിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യപ്രകാരമാണ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കാൻ ഉത്തരവിട്ടത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, പോലീസ് നടപടികളിലെ പിഴവും കോടതിയുടെ ഇടപെടലും അങ്ങനെ എല്ലാം കൊണ്ടും വിവാദമായിരിക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ 27-ന് അവസാനിക്കുമല്ലേ? അപ്പോ കോടതിയിൽ 27-ന് പ്രതിയെ ഹാജരാക്കണം. റോഷ്നി, അതായത് 27-ാം തീയതി പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം മാത്രം ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം എന്നുള്ളതാണ്. അതിനുശേഷം 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ 27-ാം തീയതി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാനും അതിനുശേഷം ഈ കസ്റ്റഡി അപേക്ഷയിൽ തുടർന്നുള്ള തീരുമാനം കൈക്കൊള്ളാനുമാണ് തലശ്ശേരി അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി വലിയ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുള്ള പിഴവ്, അത് വലിയ രീതിയിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇനി ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള സുധീർ കല്യാൺ, ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ചിൻ്റെ തുടർ നടപടികൾ, അതായത് വകുപ്പ് തലത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയെ ഉൾപ്പെടെ ധിക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോടതിയിൽ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന രേഖകൾ പോലും കാണിക്കാതെ കോടതിയെ ഉൾപ്പെടെ ഒരു വഞ്ചിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ പല തരത്തിലും അത് നിതിൻ രാജിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. എന്തായാലും 27-ാം തീയതി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനും അതിനുശേഷം ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് എന്താണ് അതിനകത്ത് തുറന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും 5 ദിവസത്തെ കസ്റ്റഡിയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടില്ല. 27-ാം തീയതി ആയിരിക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. റോഷ്നി. ശരി അർജുൻ.